أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ അവസാനത്തെ 10 ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുജാഹദ എന്ന് പറയുന്നത്. മുജാഹദ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഇബാദത്തല്ല, നേരെ മറിച്ച് മുജാഹദ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ റമളാനും റമളാനിൻ്റെ അവസാനത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ഏറ്റവും അമൂല്യമായ ഇബാദത്തിൻ്റെ ദറജയാണ്, അതിൻ്റെ ശ്രേണിയാണ്. ഇബാദത്തുകൾ മുജാഹദയിലേക്ക് ഉയരേണ്ട ദിവസങ്ങളും രാത്രികളുമാണ് ഇനി വരുന്നതൊക്കെ. അപ്പം എന്താണ് ഈ മുജാഹദ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരെല്ലാവരും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും തർഗീബ് തർഹീബിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ മുജാഹദ എന്ന് പറഞ്ഞ അധ്യായം തന്നെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഇടയ്ക്കിടെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് മുജാഹദ. ഇമാം നവവി, ഉദാഹരണത്തിന് ഇമാം നവവി അദ്ദേഹത്തിൻ്റെ റിയാദു സ്വാലിഹീനിൽ ബാബു അൽ മുജാഹദ എന്ന് പറഞ്ഞ ഒരു അധ്യായം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മുജാഹദ എന്താണെന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീസ്, ആ ഹദീസിലൂടെ നമുക്ക് അത് കൃത്യമായി മനസ്സിലാവുന്നതാണ്. അത്താ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അദ്ദേഹം താബഈ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ദഖൽതു അന വ ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ, ഉബൈദുല്ലാഹി ഇബ്നു ഉമൈറും ഞാനും ആയിഷ ബീവിയുടെ അടുത്തേക്ക് പോയി. ഫഖാലത്ത്, അപ്പോൾ ഉബൈദുല്ലാഹി ഇബ്നു ഉമൈറിന് പ്രവാചക പത്നിയായ ആയിഷ ബീവിയുമായി ഒരു ബന്ധം, കുടുംബപരമായൊരു ബന്ധമുണ്ട്. അപ്പോൾ ആയിഷ ബീബി ചോദിച്ചു, ഉബൈദ് ബിനു ഉമൈറിനോട് ചോദിച്ചു, ഖദ് ആനലക അൻ തസൂറന, അവരങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം നടത്താണ്. ഖദ് ആനലക അൻ തസൂറന, ഉബൈദ ഇപ്പോൾ എന്നെ കാണാൻ സമയമായോ? എവിടെയായിരുന്നു നീ? ഇപ്പോഴൊക്കെയാണോ എന്നെ കാണുന്നത് എന്ന രൂപത്തിൽ സംസാരിക്കാം. അപ്പോൾ ഉബൈദ് പറഞ്ഞു, അഖൂലു യാ ഉമ്മ കമാ ഖാലൽ അവ്വൽ, പഴമക്കാർ പറയുന്നത് തന്നെയാണ് എനിക്ക് ഉമ്മ നിങ്ങളോടും പറയാനുള്ളത്. സുർ ഗിബ്ബൻ തസ്ദദ് ഹുബ്ബൻ, ഇടക്ക് സന്ദർശിക്കുക എങ്കിൽ ഇഷ്ടം അധികരിക്കും എന്ന് അറബികൾ പഴയ കാലം മുതലേ പറയാറുണ്ട്. നമ്മളെപ്പോഴും ഒരാളെ സന്ദർശിച്ചുകൊണ്ടിരുന്നാൽ, ഒരു കുടുംബത്തിലേക്ക് എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ അവർ തമ്മിലുള്ള പരിചയം അധികരിക്കുമ്പോൾ സ്നേഹം കുറഞ്ഞു വരും. നമ്മളുടെ വീട്ടിലുള്ള ആൾ എന്നുള്ള രൂപത്തിലേക്ക് ആ ഒരു സന്ദർശനം ഒതുങ്ങുകയും അതേസമയം എപ്പോഴെങ്കിലും വരുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥി എന്ന സ്നേഹം കുറയുകയും ചെയ്യും എന്ന് അറബികൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയിഷ ബീവിയോട് ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉമ്മ നിങ്ങളെപ്പോഴും സന്ദർശിക്കാത്തത്. ഇടയ്ക്കൊക്കെ സന്ദർശിക്കുമ്പോൾ ആ ഒരു പരിചയം, ആ ഒരു സന്ദർശനം അത് അമൂല്യമായി നിങ്ങൾക്ക് തോന്നുമല്ലോ എന്നു. അപ്പോൾ ആയിഷ ബീബി പറഞ്ഞു, ദഊന മിൻ റിത്താനത്തിക്കും ഹാദിഹി, നിന്റെ ഈ പാഴ്വർത്താനം നിർത്തണം, ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുത് എന്ന്
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരമൊക്കെ കഴിഞ്ഞു. ഉബൈദ് ബിൻ ഉമൈർ ആയിഷ ബീവിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനിവിടെ വന്നത്, എൻ്റെ ഒപ്പം അത്താവുണ്ട്, അദ്ദേഹം ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണ്? അഖ്ബിരിന ബി അഅജബി ശൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച വ്യക്തിയാണല്ലോ, പ്രവാചകന്റെ പത്നിയാണല്ലോ താങ്കൾ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകനുമായി നിങ്ങൾ പങ്കുവച്ച നിമിഷങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാണ് എന്ന് തോന്നിയ ഒരു കാഴ്ച പ്രവാചകനിൽ നിന്ന് കണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ആയിഷ ബീവി ഫസക്കത്തച്ച്, അവർ മിണ്ടാതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അവരൊരുപാട് കാര്യങ്ങൾ ഓർത്തു. പ്രവാചകനോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് സമയം, നിമിഷങ്ങൾ, ചരിത്ര നിമിഷങ്ങൾ ഒക്കെ പങ്കുവെച്ചിട്ടുണ്ട് ആയിഷ ബീവി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ആയിഷ ബീവി കുറേ ചിന്തിച്ചിട്ട് പറഞ്ഞു, ലമ്മാക്കാന ലൈലത്തുമില്ല യാലി, രാത്രികളിൽ പ്രവാചകനോടൊപ്പം ചിലവഴിച്ച രാത്രികളിൽ ഒരു രാത്രി എനിക്ക് മനോഹരമായി തോന്നിയ ഒരു അനുഭവം പ്രവാചകനിൽ നിന്നുണ്ടായി. നബി എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബുദല്ലൈലി റബ്ബി. ആയിഷ, ഇന്ന് എനിക്ക് നീ ഒന്ന് ഒഴിവ് തരുമോ, എന്നെ ഒന്ന് വിട്ടു തരുമോ? ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഇന്ന് രാത്രി ചെലവഴിക്കട്ടെ, ഇബാദത്തുകൾ ചെയ്തൊന്ന് ചെലവഴിക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാര്യമാർക്ക് ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ആയിഷ ബീവിക്ക് ആദ്യം ഒരു രാത്രിയും പിന്നീട് 2 രാത്രിയുമായിട്ട് മാറിയതൊക്കെ നമുക്കറിയാം. അപ്പം ആ രാത്രി പ്രവാചകനോടൊപ്പം അനുരാഗവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ പങ്കുവെച്ച് ആ രാത്രി കഴിച്ചു കൂട്ടുക എന്നുള്ളത് ആയിഷ ബീവിയുടെ അവകാശമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, ആ അവകാശത്തിൽ നിന്ന് നീ എന്നെ ഇന്ന് രാത്രി ഒന്ന് വിട്ടു തരുമോ? എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി തോന്നുകയാണ്. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, ഇന്നി ലഉഹിബ്ബു ഖുർബതക്, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടാവുക എന്നുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വഉഹിബ്ബു മാ യുഹിബ്ബുക്, പക്ഷേ നിങ്ങളുടെ ഇഷ്ടം അതെൻ്റെ ഇഷ്ടമാണ്. അപ്പം താങ്കൾക്ക് ഇബാദത്ത് ചെയ്യാനാണ് ഇന്ന് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടത്തെ ഞാൻ ഒരിക്കലും വെറുക്കൂല, അതുകൊണ്ട് താങ്കൾ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ദൂരമൊന്നുമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് മദീന പള്ളിയുണ്ട്. പ്രവാചകൻ അവിടേക്ക് പോയി. ഫഖാമ ഫതതഹറ, പ്രവാചകൻ വുളു എടുത്തു. സുമ്മ ഖാമ യുസല്ലി, എന്നിട്ട് പ്രവാചകൻ നമസ്കരിക്കാൻ ആരംഭിച്ചു. രാത്രി നമസ്കാരം ദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലം യസൽ യബ്കി ഹത്താ ബല്ല ലിഹ്യതുഹു, പ്രവാചകൻ നമസ്കാരത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു, കണ്ണുനീർ വാർത്തുകൊണ്ടേയിരുന്നു. ഹത്താ ബല്ല ലിഹ്യതുഹു, അദ്ദേഹത്തിന്റെ താടി ആ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർന്നു. ഫലം യസൽ യബ്കി, പ്രവാചകൻ ഖുർആൻ ഓതുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹത്താ ബല്ല ഹിജ്റഹു, അദ്ദേഹത്തിന്റെ ലാപ്പ്, അദ്ദേഹത്തിന്റെ മടി അവിടെ നനഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം തശഹുദിലിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കരയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽഭാഗം, തൊടയിൽ മേലൊക്കെ വെള്ളമായി, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരായി. സുമ്മക്കാല, ആയിഷ ബീവി പറയാണ്, ഫലം യസൽ യബ്കി ഹത്താ ബല്ലൽ അർള്, അദ്ദേഹം നിന്നിരുന്ന ഭൂമി, ആ മണ്ണ് കണ്ണുനീര് വന്ന് നനയുവോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് നമസ്കരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വരെയാണ്. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ പ്രവാചകൻ ദീർഘമായി നിന്ന്, അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ആകെ തുടുത്തിട്ടുണ്ട്, ഒരുപാട് നേരം നിന്നിട്ട് നീര് വന്നിട്ടുണ്ട്. നോക്കുമ്പോഴെല്ലായിടത്തും കണ്ണുനീരാണ്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലിമ തബ്കി, എന്തിനാണ് പ്രവാചകരെ ഇത്രത്തോളം കരഞ്ഞ്, ഇത്രത്തോളം ദീർഘമായി താങ്കൾ എന്തിനു നിസ്കരിക്കണം? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കൾക്ക് വരാനിരിക്കുന്നതും ഇനി കഴിഞ്ഞു പോയതുമായ എല്ലാം അള്ളാഹു പുറത്തു തന്നില്ലേ? ഒരു പാപവും താങ്കൾക്കില്ലല്ലോ, പിന്നെ എന്തിന് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് ദീർഘമായി നിന്ന് നമസ്കരിക്കണം? അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഇങ്ങനെയൊക്കെ ചെയ്തു തന്ന റബ്ബിനോട് ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് അവിടെ വെച്ച് അദ്ദേഹം പറയാൻ. 2 കാര്യങ്ങളാണ് നബി പറഞ്ഞത്. അന്ന് രാത്രി ദീർഘമായി നിന്ന് നമസ്കരിച്ച് കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്ദി ചെയ്യേണ്ടവനല്ല ഞാൻ എന്ന ബോധം.
രണ്ടാമത് പ്രവാചകൻ പറയാണ്, ലഖദ് നസ്ലത് അലയ്യ ലൈല അല്ലൈല ആയാത്തിൻ, ഇന്ന് രാത്രി എൻ്റെ മുകളിൽ ചില ആയത്തുകൾ ഇറങ്ങി. ആ ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹാ വലാ യതദബ്ബർ. ആ ആയത്ത് വായിക്കുകയും എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും തദബ്ബുർ നടത്തുകയും ചെയ്യാത്തവന് നാശം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ ആയത്ത് അത്രയും അഗാധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വാധീനമുണ്ടാക്കി. ആ ആയത്തിനെ പറ്റി പ്രവാചകൻ പറയണം, അത് കേട്ടിട്ട് ആ ആയത്ത് ഓതിയിട്ട് ചിന്തിക്കാത്തവൻ, അത് മനസ്സിൽ ഉണ്ടാക്കാത്തവൻ, അവന് നാശം, അവൻ നശിച്ചു പോയി, ആത്മീയമായ നാശം അവന് സംഭവിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ സൂറത്ത് ആലു ഇംറാനിലെ അവസാനത്തെ 10 ആയത്തുകളാണ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി വരുന്നതിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ, ആ 10 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി കരഞ്ഞ് ദീർഘമായി നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുജാഹദ. മറ്റു രാത്രികളിലില്ലാത്ത ആവേശം, കടുപ്പം അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളിൽ, അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? 10 ആയത്ത് അന്ന് രാത്രി ഇറങ്ങിയോണ്ട്. ഞങ്ങൾക്കറിയാം, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവൻ 1-ാം ആകാശത്തേക്ക് ഇറങ്ങിയ ദിവസമാണ്, രാത്രിയാണ് എന്നാണ് ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ ഖുർആനിൽ 10 ആയത്ത് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുജാഹദയിലേക്ക് പോകാണ്. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകൾ അദ്ദേഹം കടുപ്പിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭക്തി അദ്ദേഹം കേന്ദ്രീകരിക്കുകയാണ്. എങ്കിൽ ഖുർആൻ മുഴുവൻ ഇറങ്ങിയ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദർ, ഖുർആൻ ഇറങ്ങിയ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഖുർആൻ ഇറങ്ങിയ ആ രാത്രി വരുന്നത് ഈ കടന്നു വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിലാണ്. എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്രത്തോളം ആ രാത്രികളിൽ നമ്മളുടെ ഭക്തിയെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മടി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട, ഏറ്റവും കൂടുതൽ മുജാഹദ ചെയ്യേണ്ട രാത്രിയാണ് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മുജാഹദ, ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ രാത്രിയിൽ മുജാഹദയിലേക്ക് നമ്മൾ വരണം. അപ്പം മുജാഹിദ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഇബാദത്തുകൾ കടുപ്പിക്കലാണ്. അൽ മുജാഹദത്തു തഅനി മുജാഹദത്തുൽ ഇൻസാനു നഫ്സഹു വ മുജാഹദത്തു ഗൈരി. സ്വന്തത്തിനോട് അങ്ങേയറ്റത്തെ ഏറ്റവും മാക്സിമം നമുക്ക് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ, അള്ളാഹിനെ പറ്റി ഭക്തി നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് മുജാഹദ എന്ന് പറയാം. ഫഇന്നഹ മിൻ അശഖിൽ അശ്യ. കഷ്ടപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട്, നമുക്ക് എത്രത്തോളം കഷ്ടപ്പെടാൻ പറ്റും, നമ്മളെ കഴിവിനപ്പുറമല്ല, നമ്മുടെ കഴിവിന് മാക്സിമം നമ്മൾ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യേണ്ട ഒരു വേളയെയാണ്, ഒരു രീതിയെയാണ് മുജാഹദ എന്ന് പറയുക. മുജാഹദത്തു നഫ്സു അയ്യുജാഹിദൽ ഇൻസാൻ നഫ്സഹു ഷൈഅൻ. 2 കാര്യങ്ങളിൽ മുജാഹദ നമുക്ക് ചെയ്യേണ്ടി വരും. ഒന്ന്, ഫിഅലു അത്വാഅത്ത്, നന്മകൾ ചെയ്യാൻ, പരമാവധി നന്മകൾ ചെയ്യാൻ അതിനൊരുപാട് കഷ്ടപ്പാട് സഹിക്കുക. മറ്റൊന്ന് തറക്കുൽ മആസി, തിന്മകൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുക. ഈ വരുന്ന രാത്രി ഒരു തിന്മ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു വാക്കിൽ പോലും, ഒരു നോക്കിൽ പോലും തെറ്റ് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട രാത്രികളാണ് കടന്നു വരുന്നത്. ആ രാത്രിയിൽ നമ്മൾ കഷ്ടപ്പെടണം, തിന്മ ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. മറ്റൊന്ന്, പരമാവധി നന്മ ഈ രാത്രികളിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്മൾ മുജാഹദ ചെയ്യണം, മാക്സിമം നമ്മൾ ചെയ്യണം. അതിനുള്ള രാത്രികളാണ് നമ്മൾ കഴിയുന്നത്. ഇതൊരു പുതിയ ഇബാദത്തല്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, റമദാനിൽ നമ്മൾ ചെയ്ത, റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇബാദത്ത്, അതിൻ്റെ മാക്സിമത്തിലേക്ക്, അതിൻ്റെ കടുപ്പിക്കലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇബാദത്ത് എപ്പോഴും കടുപ്പിക്കാൻ പാടില്ല. മുജാഹദ് എപ്പോഴും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എപ്പോഴും കടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മുജാഹദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സന്യാസമാണ്. ഇസ്ലാമിൽ സന്യാസില്ല. നേരെ മറിച്ച് ഏറ്റവും പൂർണ്ണമായി നമുക്ക് പുണ്യം കിട്ടാവുന്ന സന്ദർഭങ്ങൾ, സമയങ്ങൾ, ഇതിലൊക്കെ നമ്മൾ മുജാഹദ കാണിക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മുജാഹദ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ലൈലത്തുൽ ഖദർ ആയിക്കഴിഞ്ഞാൽ, അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ, ഇതാ ദഖലൽ ആശർ, അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ ശദ്ദ മിസ്റഹു, അദ്ദേഹത്തിൻ്റെ അര മുറുക്കി എടുത്തിട്ട് അദ്ദേഹം അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമായിരുന്നു. അഹ്യാ ലൈലഹു, അദ്ദേഹത്തിൻ്റെ രാത്രി മുഴുവൻ സജീവമാക്കുമായിരുന്നു.
എന്ന് വെച്ചാൽ പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ലേ? ഉറങ്ങാറുണ്ട്. പക്ഷേ ഉറങ്ങാതെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ട ചില സമയങ്ങളുണ്ട്. അതാണ് ഈ വരുന്ന രാത്രികൾ. അല്ലാതെ എല്ലാ ദിവസവും ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പെട്ടതല്ല, അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല. നേരെ മറിച്ച് ഇടക്കാണ് നമ്മൾ മുജാഹദയിലേക്ക് കടന്നു വരേണ്ടത്. അതിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ രാത്രികളാണ് ഈ വരുന്നത്. ഈ രാത്രികളിൽ നമ്മൾ ഉറക്കം ഒഴിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല ഐഖല അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹം ഉണർത്തിയിരുന്നു. അങ്ങനെ കുടുംബത്തെയും പിന്നെ കൂടെയുള്ളവരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ട രാത്രികളാണ് ഈ വരുന്നത് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. മടി നമുക്ക് പാടില്ല. നമ്മൾ പിന്നെ ഉറക്കം ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ മടി ഇബാദത്തുകളിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി. ഇപ്പം ഈ രണ്ടാമത്തെ പത്തായപ്പോഴേക്കുമൊക്കെ പലർക്കും ആവേശങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. സൊഫിൻ്റെ പിന്നിൽ പോയി ഒരു 2 റക്അത്ത് ഉറങ്ങാം എന്ന് ചിലപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പുറത്തിറങ്ങി കുറച്ച് നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിസ്കാരം നടക്കുന്നതിനിടയിൽ ആ റക്അത്ത് കഴിയാനാവുമ്പോൾ വന്നു കൂടുന്ന ആളുകളുണ്ടാവും. വെള്ളം കുടിച്ചിട്ട് അത് തീരാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ പല മടികളും നമ്മളുടെ ജീവിതത്തിലെ തറാവീഹും ഇബാദത്തുകളൊക്കെ ആയി ബന്ധപ്പെട്ട് രണ്ടാമത്തെ 10 സാധാരണഗതിയിൽ കാണാറുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ലൈലത്തുൽ ഖദറിനെ സമീപിക്കണം. കാരണം ലൈലത്തുൽ ഖദറിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ആ വാചകങ്ങൾ നിങ്ങൾ നോക്ക്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാത്രി. 1000 മാസങ്ങളേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ കുറേ വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. അതിലൊരു വ്യാഖ്യാനം 1000 മാസം നമ്മൾ പണിയെടുത്താൽ, ഇബാദത്തുകൾ ചെയ്താൽ, ദിക്ർ ചൊല്ലിയാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, നിന്ന് നമസ്കരിച്ചാൽ അതിൻ്റെ ഇരട്ടി 1000 മാസം നമ്മൾ ഇതെല്ലാം ചെയ്തതിൻ്റെ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ് ഒരു വ്യാഖ്യാനം. എന്ന് വെച്ചാൽ 1000 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 83 വർഷം. 83 വർഷം നമ്മൾ ഒരു പേജ് ഖുർആൻ ഓതുന്നതിൻ്റെ തുല്യമാണ് അന്ന് രാത്രി നമ്മൾ ഒരു പേജ് ഖുർആൻ ഓതിയാൽ. 2 റക്അത്ത് നമ്മൾ അന്ന് രാത്രി നമസ്കരിച്ചാൽ 83 വർഷം നമ്മൾ നിന്ന് നമസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. സഹോദരന്മാരെ, ആ രാത്രി നമുക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുക? ആ രാത്രി നമ്മൾ എങ്ങനെയാണ് സുഖമായി നമ്മളുടെ കളികളിലും തമാശകളിലും അലസതയിലുമായി നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുക? എന്ന് മാത്രമല്ല, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലക്കുകളും ജിബ്രീലും ഇറങ്ങി വരാണ്. ജിബ്രീൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി വരൂല, അല്ലാഹു ഇറക്കില്ല. ആ ജിബ്രീൽ പോലും വരികയാണ്. എന്തും കൊണ്ടാണ് വരുന്നത്? മിൻ കുല്ലി അംരിൻ, എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. ഈ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഐ ബികുല്ലി അംരിൻ ഖലാഹുല്ലാഹു വ ഖദ്ദറഹു ഫി തിൽക സന ഇലാ ഖാബിൽ, ഈ വരുന്ന വർഷം നമ്മളുടെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുള്ള ഈ വരുന്ന വർഷത്തിൽ നമുക്ക് എന്തൊക്കെ റിസ്ക് വേണം, എന്തൊക്കെ ഉപജീവനം വേണം, എന്തൊക്കെ ഭക്ഷണം വേണം, എന്തൊക്കെ ജോലിയിൽ എന്തൊക്കെ സംഭവിക്കണം, നമ്മളുടെ അജല്, നമ്മൾ എത്ര കാലം ജീവിക്കണം, രോഗം വരണോ, ആരോഗ്യം വരണോ, വഗൈരിഹ, നമുക്ക് മതപരമായും അതുപോലെ തന്നെ ദുന്യവിയായും എന്തൊക്കെ വിധിച്ചിട്ടുണ്ടോ ആ വിധികളൊക്കെ ഈ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ ഒരു വർഷത്തെ ജീവിതം നിർണയിക്കപ്പെടുന്ന, അത് നിർണയിച്ച് അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്ന രാത്രി നമ്മൾ അലസതയിലാണെങ്കിൽ അള്ളാഹു എന്തായിരിക്കും നമുക്ക് വേണ്ടി വിധിക്കുക? അപ്പോൾ ദുനിയാവും ആഖിറത്തും ചോദിക്കാനുള്ള ഒരു ദിവസം, ഒരു രാത്രിയാണ് ഈ വരുന്നത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദർ ആണെന്ന് ഞാൻ അറിഞ്ഞുവെങ്കിൽ, ഒരു രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ടാകും. അതിലൊന്ന് അഫ്വാണ്, അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച. മറ്റൊന്ന് അൽ ആഫിയ, എനിക്ക് ആഫിയത്ത്, സൗഖ്യം കിട്ടണം എന്നുള്ളത് ചോദിക്കും. എന്താണ് ഈ സൗഖ്യം കിട്ടണം എന്ന് പറഞ്ഞാൽ? അസ്സിഹത്തു ഫിൽ ബദൻ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം. വസ്സലാമത്തു ഫിദ്ദീനി മിനൽ ഫിത്തൻ, ഫിത്നകൾ നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിത്നയിൽ പെടാതെ ഈമാൻ കാത്തു സൂക്ഷിക്കാനുള്ള ആഫിയത്ത്, ആരോഗ്യം, മാനസികാരോഗ്യം നമുക്ക് വേണം. വഹിഫുൽ മാലി വൽ അഹൽ, നമ്മളുടെ ധനവും നമ്മളുടെ കുടുംബവും ഒക്കെ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെ അള്ളാഹിനോട് ഞാൻ ചോദിക്കുക. അപ്പോൾ ആയിഷ ബീവിക്ക് പ്രത്യേകം തോന്നിയത് സൗഖ്യം ചോദിക്കണമെന്നാണ്. അഫുവും ആഫിയത്തും, ദീനും ദുനിയാവും നമ്മൾ നിറഞ്ഞ് ചോദിക്കേണ്ട ദിവസങ്ങളാണ്, രാത്രികളാണ് ഈ കടന്നു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. മറ്റൊന്ന് സലാമുൻ ഹിയ ഹത്താ മത്ലഇ അൽ ഫജർ, ആ രാത്രിയെ പറ്റി അള്ളാഹ് പറഞ്ഞതാണ്. ആ രാത്രി എന്ന് പറഞ്ഞാൽ ഉദയം വരെ ആ രാത്രി സമാധാനമാണ്. ആ രാത്രിയിൽ സമാധാനമാണെന്നല്ല പറഞ്ഞത്. സലാമുൻ ഫി
ലൈല മഹത്താമത്തിൽ അൽ ഫജർ, ഈ രാത്രി സമാധാനമുണ്ട് എന്നല്ല പറഞ്ഞത്. സലാമുൻ ഹിയ, ഈ രാത്രി തന്നെ സമാധാനമാണ്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഒരുപാട് വ്യാഖ്യാനങ്ങൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊരു വ്യാഖ്യാനം നമുക്ക് കാണാം. സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശം ദാറുസ്സലാം തന്നെയാണ്, സ്വർഗം എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ രാത്രി മുഴുവൻ നമ്മൾ നന്നായി പണിയെടുത്താൽ, നന്നായി പ്രാർത്ഥിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും. വേറൊരു രാത്രിയും നമ്മൾ ഇത്രയധികം സ്വർഗം നമ്മളോട് അടുക്കുന്ന ഒരു രാത്രിയില്ല. അപ്പോൾ സ്വർഗം ഇത്രയും നമ്മളിലേക്ക് അടുക്കുന്ന ഒരു രാത്രി, അത് നമ്മൾ മുജാഹദക്ക് വേണ്ടി മാറ്റിയിരുത്തണം. രാത്രി നമസ്കാരം നമ്മളുടെ മാക്സിമം എത്രത്തോളം നീട്ടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ അതിന് നമ്മൾ തയ്യാറാവുക. കാരണം റമദാൻ മാസത്തിൽ ഈമാനോടും ഇഹ്തിസാബോടു കൂടിയും ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഗൂഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാത്രി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, രാത്രി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഗൂഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. നമ്മൾ ഈ ജീവിതത്തിൽ മുഴുവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുന്ന ഒരു രാത്രിയാണ്, ഒരു നിസ്കാരമാണ് ലൈലത്തുൽ ഖദറിന്റെ അവസാനത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന ആ നിസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെ അങ്ങേയറ്റം ഭംഗിയുള്ളതാക്കി, അങ്ങേയറ്റം ഭക്തിപൂർണമാക്കി. പ്രവാചകന്റെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമുത്തിർന മത്തറത് അസ്സമാഅത്തിൽ കല്ലൈല, ഒരു രാത്രി റമളാന്റെ അവസാനത്തെ 10 മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പള്ളി എന്ന് പറഞ്ഞിട്ട് ഓലമടഞ്ഞുണ്ടാക്കിയ പള്ളിയാണ്. വക്കാന സഖഫ് മസ്ജിദ് മിൻ ജരീദിൻ നഖൽ വസഅഫിഹി, അത് ഓലയിൽ നിന്നും മഴ ഇങ്ങനെ ഉറ്റി വീണിട്ട് വെള്ളം നിറഞ്ഞു പള്ളിയിൽ. പ്രവാചകൻ സുജൂദ് ചെയ്തു. അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അബ്സർതു റസൂലുള്ളാഹി യസ്ജുദു ഫിൽ മാഇ വത്തീൻ, ആ ചളിയിലാണ് പ്രവാചകൻ സുജൂദ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും അദ്ദേഹത്തിൻ്റെ മൂക്കിലും ചെളിയുണ്ട്. അങ്ങനത്തെ പള്ളിയിലാണ് ഇബാദത്ത്, ഈ മുജാഹദ പ്രവാചകൻ ചെയ്തിരുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഫാനും കാർപ്പറ്റും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു പള്ളിയല്ല അന്നത്തത്. ആ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് ആയത്തുകൾ ഓതിയിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ ഭക്തി അദ്ദേഹത്തിന് എത്രത്തോളം മുജാഹദയിലൂടെ സമർപ്പിക്കാൻ കഴിഞ്ഞോ അത് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര കടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഈ പള്ളിയിൽ എത്ര സുഖമായിരിക്കും രാത്രി വന്ന് നമസ്കരിക്കാൻ. ആ രാത്രിയുടെ നമസ്കാരം മനോഹരമാക്കേണ്ട ദിവസങ്ങളാണ് ഈ കടന്നു വരുന്നത്. 10 ആയത്തുകൾ ഓതിയിട്ടൊരു മനുഷ്യൻ ഓതി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ഗാഫിലുകളിൽ എഴുതപ്പെടൂല. അള്ളാനെ മറന്ന, ദുനിയാവിൽ മതിമറന്ന മനുഷ്യന്മാരിൽ അവൻ എഴുതപ്പെടൂല എന്ന് റസൂലുള്ള പറഞ്ഞു. ആരെങ്കിലും 100 ആയത്ത് ഓതിയിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ യുക്തബു മിനൽ കുത്തിബ മിനൽ ഖാനിതീൻ, ഭക്തന്മാരിൽ അവൻ്റെ പേര് ചേർക്കപ്പെടും. അപ്പം നിസ്കാരത്തിൻ്റെ ആയത്ത് കുറഞ്ഞ പള്ളി നോക്കി പോകണ്ട. കൂടിയ പള്ളി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് നിസ്കരിക്കാൻ കഴിയുന്ന അത്ര ദീർഘമായ രൂപത്തിൽ തറാവീഹുകൾ നടക്കുമ്പോൾ അതിൽ ആവേശത്തോടു കൂടി പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ ഭക്തന്മാരിൽ നമ്മൾ എഴുതപ്പെടും. 1000 ആയത്ത് വെച്ചിട്ട് ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിച്ചാൽ കുത്തിബ മിനൽ മുഖന്തരീൻ, കിന്താറുകൾ കൂലിയായി നേടിയെടുത്തവൻ്റെ പോലെയാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഈ കിന്താർ എന്ന് പറഞ്ഞാൽ? മിൽ ഉജൽ ദിസൗരിൻ ദഹബൻ, ഒരു കാളയുടെ തൊലി നിറച്ചും സ്വർണം കയറ്റിയാൽ എത്ര ഉണ്ടാവും അത്രയും കൂലി ഉണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 80,000 ദീനാർ അല്ലെങ്കിൽ ദിർഹം, സ്വർണ്ണ നാണയം, വെള്ളി നാണയം, അത്രയും ആ അളവിനെ, കിന്താർ എന്ന് പറഞ്ഞ അളവ് എന്ന് പറഞ്ഞാൽ 80,000 വരുന്ന ദീനാറോ ദിർഹമോ ആണ്, സ്വർണമോ വെള്ളിയോ അടങ്ങുന്ന കിലോയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും കൂലി നമുക്ക് തറാവീഹ് രാത്രി നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. അത് പ്രവാചകന്റെ കൂടെ നമസ്കരിച്ച ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പ്രവാചകനോടൊപ്പം ഞാൻ ഒരു ദിവസം രാത്രി നിസ്കരിച്ചു. പ്രവാചകന്റെ നിസ്കാരത്തിന്റെ ഭംഗിയും അതിൻ്റെ ദീർഘവും ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നുപോയി, ഹമംതു അൻ അജ്ലിസ വഅദഹു, പ്രവാചകനെ വിട്ടിട്ട് മാറിയിരുന്നു പോയാലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രയും ദീർഘമായി ബക്കറയോതി, ആലു ഇമ്രാൻ ഓതി, നിസാ ഓതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ തൂലുൽ ഖുനൂത്ത്, ദീർഘമായി ഓതിയിട്ട് നിസ്കരിക്കുക, ആ നിസ്കാരത്തിന് അങ്ങേയറ്റത്ത് കൂലിയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ബക്കറയും ആലുംബ്രാനും ഒന്ന് ഓതിയിട്ട് അത്രയും ദീർഘമൊന്നും നിൽക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഓതുക, നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം എത്രയാണോ അത്രയും ഓതുക. കാരണം നിങ്ങളിൽ മറലയുണ്ട്, നിങ്ങൾ രോഗിയുണ്ട് എന്ന് എനിക്കറിയാം,
യദ്റബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാഹ്, രാവിലെ മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി വരുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് കഴിയുന്നതിൽ മാക്സിമം അത് ഓതിയിട്ട് നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാളും തറാവീഹ് ഒഴിവാക്കരുത്. ഇവിടെ തറാവീഹ് ഭംഗിയോടുകൂടി നിർവഹിക്കുന്ന, അത് പൂർണ്ണമായും നിർവഹിക്കുന്ന, ഐശായോടുകൂടി നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. കാരണം ഐശയും സുബഹിയും ജമാഅത്തായി ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. ആ 2 വക്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ. തറാവീഹ് ഇമാമിനോടൊപ്പം ഇമാമ് പിരിയുവോളം, എന്ന് വെച്ചാൽ സലാം വീട്ടി വിത്തർ കഴിയുവോളം ഇമാമിൻ്റെ ഒപ്പം നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ നിന്ന് അതിൻ്റെ ഒപ്പം കൂടി നിസ്കരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പാരായണം ശക്തമാക്കുക. ഈ രാത്രി മുഴുവൻ നമ്മൾ ഖുർആൻ മാക്സിമം എത്ര പോകാൻ കഴിയോ അത്രയും പോകുക. പ്രവാചകൻ പറഞ്ഞത് 3 ദിവസത്തിന് ഉള്ളിൽ ഖുർആൻ തീർക്കരുത്. 3 ദിവസത്തിനുള്ളിൽ ഒരാൾ ഖുർആൻ തീർത്താൽ, ഒരു ദിവസം കൊണ്ട് ഒരാൾ ഖുർആൻ തീർത്താൽ അയാൾ ഖുർആനെ പറ്റി ഒന്നും ചിന്തിക്കൂല. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ 3ലും മുകളിൽ എത്ര നമുക്ക് ഓതി തീർക്കാൻ കഴിയുമോ അത്രയൊക്കെ ഓതി തീർക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഹുസൈൻ ഇബ്നു അംർ അൽ അൻഖരി അദ്ദേഹം പറയാണ്, ഇബ്നു ഇദ്രീസ് എന്ന് പറഞ്ഞ ഒരു താബഈ പണ്ഡിതനുണ്ട്, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മോള് ഇങ്ങനെ കരഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടാൻ പോകുകയാണെന്ന് തോന്നിയപ്പോൾ മകൾ കരയാണ്. അപ്പം മകളോട് ഇബ്നു ഇദ്രീസ് പറഞ്ഞു, യാ ബുനയ്യ യാ ബിൻതി, എൻ്റെ മോളെ, ലാ തബ്കി, നീ കരയരുത്. വഖദ് ഖതംതുൽ ഖുർആന ഫി ഹാദൽ ബൈത്തി 4000 ഖത്മ. ഈ വീട് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട വീടാണ്. ഈ വീട്ടിൽ 4000 തവണ ഞാൻ ഖത്മ നിർവഹിച്ചിട്ടുണ്ട്. ഖുർആൻ 4000 തവണ ഈ വീട്ടിൽ വെച്ച് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എന്തിനു കരയണം, ഈ വീട്ടിൽ സന്തോഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4000 തവണ ഖുർആൻ മുഴുവൻ ഓതി തീർത്ത സലഫുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ ആവേശം കാണിക്കണം. എഴുത്തിക്കാഫിന് നമ്മൾ അങ്ങേയറ്റം പ്രാധാന്യം നൽകണം. പ്രവാചകൻ മരണം വരെ അവസാനത്തെ 10 എഴുത്തിക്കാഫ് ഇരിക്കാത്ത ഒരു റമളാനുമില്ല. യുദ്ധങ്ങൾ കടന്നു പോയിട്ടുണ്ട്, പട്ടിണി കടന്നു പോയിട്ടുണ്ട്, മഴയും വെള്ളപ്പൊക്കമൊക്കെ മദീനയിൽ വന്നിട്ടുണ്ട്. എന്തുണ്ടായാലും, എന്ത് രാഷ്ട്രീയ അന്താരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രവാചകൻ ഒരു റമളാനിലെ എഴുത്തിക്കാഫ് പോലും, അവസാനത്തെ 10 എഴുത്തിക്കാഫും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എഴുത്തിക്കാഫ് ഇരിക്കേണ്ട, ആവേശമുണ്ടാകേണ്ട രാത്രികളാണ് കടന്നു വരുന്നത്. അവിടെ ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അങ്ങനെ പിന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കൂടാൻ, പള്ളിയിൽ കൂടാൻ നമുക്ക് സാധിക്കണം. റബീ ഇബ്നു ഖൈസം അദ്ദേഹം താബിയാണ്. അദ്ദേഹം പറയാണ്, അന ബി അസ്വാഫിൽ മസ്ജിദ് ആനസ് മിന്നി ബി അഹ്ലി, ഞാൻ പള്ളിയിൽ തന്നെ കൂടിയിട്ട് അവസാനം എൻ്റെ കുടുംബത്തെക്കാൾ എന്നെ പരിചയമുള്ളത് പള്ളിയിലെ പക്ഷികളാണ്, പള്ളിയിൽ വരുന്ന ചെറിയ കിളികൾ. ആ കിളികൾക്ക് എന്നെ എൻ്റെ കുടുംബക്കാരെക്കാൾ പരിചയമായി എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പള്ളിയിൽ കൂടേണ്ട ആവശ്യകതയാണ്, ആ എഴുത്തിക്കാഫിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, അലാ അദുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിഹി അൽ ഖത്തായ, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ ദറജ, നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടെ സ്ഥാനം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തി തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അതെ. പ്രവാചകൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇസ്ബാഹുൽ വുളു അലൽ മക്കാരിഹ്, നമുക്ക് വെറുപ്പുളവാകുന്ന നല്ല തണുപ്പുള്ള രാത്രികളിൽ വുളു കയറ്റി കഴുകുക. കൈ കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി കയറ്റി കഴുകുക, അതും സുബഹി പോലെയുള്ള, ഐശ പോലെയുള്ള സമയത്ത്. മറ്റൊന്ന്, കസ്റത്തുൽ ഖുത്താഇൽ മസ്ജിദ്, നീളമുള്ള വഴികൾ താണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക. മൂന്നാമത് റസൂലുള്ള പറഞ്ഞത്, ഇന്തിദാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരം വരെ പള്ളിയിൽ കാത്തിരിക്കുക, വീട്ടിൽ പോവാതെ പള്ളിയിൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്താൽ, എന്ന് വെച്ചാൽ എഴുത്തിക്കാഫിൻ്റെ ഒരു രൂപമാണ് ആ പറഞ്ഞത്. ഫഅലൈക്കും അരിബാത്ത്, അങ്ങനെ നമസ്കാരം കാത്തിരിക്കുക. ഐശാക്ക് വന്നു, സുബഹിക്ക് തിരിച്ചു പോവുക, അങ്ങനെ അതിൻ്റെ ഇടയിൽ തറാവീഹ് കാത്തിരിക്കുക. അങ്ങനെയൊക്കെ നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം കാത്ത് പള്ളിയിലിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളുടെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തുതരും, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളുടെ സ്ഥാനം ഉയരും എന്ന് മാത്രമല്ല, അതിനെ റിബാത്തായിക്കൊണ്ട് അള്ളാഹു കണക്കാക്കും. എന്താണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ? യുദ്ധങ്ങളിൽ ഏറ്റവും കൂലിയുള്ള യുദ്ധം, ഏറ്റവും വലിയ ജിഹാദാണ് റിബാത്ത് എന്ന് പറഞ്ഞാൽ. ശത്രു സൈന്യം എവിടേക്കെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് ഉറക്കമൊഴിച്ച് നോക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയുക. ജിഹാദിൽ ഏറ്റവും പുണ്യമുള്ള കാര്യം അതാണ്. ആ റിബാത്തിൻ്റെ കൂലി
പള്ളിയിൽ നമ്മൾ നമസ്കാരം കാത്തിരുന്നാൽ കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു പ്രാർത്ഥനകളിലും ദുആകളിലും ദിക്റുകളിലും ഒക്കെ ആയി കൂടാൻ നമുക്ക് സാധിക്കണം. ഇഅ്തികാഫിനും നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനുമൊക്കെ വേണ്ടി, മുജാഹദക്ക് വേണ്ടി നമ്മൾ മാറിയിരിക്കുന്ന രാത്രികളായിക്കൊണ്ട് ഇതിനെ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് ഞാൻ ചൊല്ലേണ്ടത് എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന വിട്ടുവീഴ്ച ചോദിക്കുന്നതല്ലേ? ഇതിപ്പോൾ ഇത്ര വലിയ പ്രാർത്ഥനയാണോ? ഇത്ര ആശയത്തിനുണ്ടോ? ലൈലത്തുൽ ഖദറൊക്കെ ഇത്രയും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ മാത്രം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ ഈ അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറുത്തുതരലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അഫ്വ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിനേക്കാൾ വലിയ സ്ഥാനമാണ് അഫ്വിനുള്ളത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഗഫറ എന്നുള്ള പദത്തിലാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം മണ്ണിട്ട് മൂടുന്നതിനാണ് ഗഫറ എന്ന് പറയുക. നമ്മളൊരു പാപം ചെയ്തു, ആ പാപത്തെ അള്ളാഹു മറച്ചു വെക്കുന്നതിനെയാണ് മഗ്ഫിറത്ത് എന്ന് പറയുക. എന്നാൽ അഫ്വ് എന്ന് പറഞ്ഞാൽ അതല്ല. അഫ്വ് എന്ന് പറഞ്ഞാൽ ആ പാപം അവിടെ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. മഗ്ഫിറത്ത് അള്ളാഹു നൽകിയ, പാപമോചനം അള്ളാഹു നൽകിയാൽ ആ പാപം നമ്മളുടെ രേഖയിലുണ്ട്. നമ്മൾ ചെയ്തതായിട്ട് നമ്മളുടെ കർമ്മങ്ങളുടെ രേഖയിലുണ്ട്. മലക്കുകൾക്ക് നമ്മളത് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാം. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ വിചാരണയും ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ വിചാരണ അള്ളാഹു ഒഴിവാക്കിയിട്ട് അള്ളാഹു അത് മറച്ചു വെക്കുന്നതിനാണ് മഗ്ഫിറ എന്ന് പറയാം. പക്ഷേ അഫ്വ് എന്ന് പറഞ്ഞാൽ അതല്ല. അങ്ങനെ ഒരു സംഗതിയെ നമ്മൾ ചെയ്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖയിൽ നിന്ന് തന്നെ നമ്മുടെ പാപത്തെ മാച്ചു കളയുന്ന ആ ഒരു പണിയാണ് യഥാർത്ഥത്തിൽ അഫ്വ് എന്ന് പറയുക. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അള്ളാഹുവേ നീ അങ്ങനെ മായ്ച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ്, അങ്ങനെ മായ്ച്ചു കളയുന്നവരിൽ ഏറ്റവും അതിനിഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നീ. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് ആ പാപത്തെ പുറത്തു തരല്ല ചെയ്യേണ്ടത്, അതിനെ മായ്ച്ചു തന്നെ കളയണേ റബ്ബേ എന്ന് ചോദിക്കേണ്ട ദിവസങ്ങൾ, രാത്രികളാണ് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദിക്റുകളിലും ദുആകളിലുമായിക്കൊണ്ട് മുഴുകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ മുജാഹദ ചെയ്ത് ജീവിക്കാൻ ഈ രാത്രി നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിൽ നമ്മൾ നോറ്റ നോമ്പ്, നമ്മളുടെ ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, നന്മകളെല്ലാം അള്ളാഹു സ്വീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണവും അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.